ദേവേന്ദ്ര തുല്യമായ വമ്പും പ്രതാപത്തോടെയും സർവൈശ്വര്യത്തോടെയും ത്രിലോകങ്ങളെ അടക്കി ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയും ലങ്കാധിപനുമായ രാവണന്റെയും രാവണപത്നിയും പഞ്ചമഹാരത്നങ്ങളിൽ സുമുഖിയും കല്യാണവതിയുമായ മണ്ഡോദരിയും തമ്മിലുള്ള പ്രണയാർദ്ര മധുരമായ ഒരു രംഗം. പുരാണങ്ങളിൽ പോലും അത്യപൂർവമായി മാത്രം പരാമർശിച്ചിട്ടുള്ള രാഗമധുര സ്വഭാവത്തിൻ്റെ സ്വതന്ത്രമായ ആവിഷ്കാരം. ഭവതി, എന്താണ് മുഖം ഇത്രമേൽ മ്ലാനമായിരിക്കുന്നത്? ഒന്നുമില്ല രാജൻ, ഞാൻ വെറുതെ ഓരോന്നോർത്തിരുന്നു പോയി, അത്രമാത്രം. അങ്ങനെയല്ല, നമ്മുടെ പ്രാണസഖിക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചന്ദ്രകാന്തം പോലെ പ്രകാശിക്കുന്ന ഈ മുഖത്ത് ഒരു നിഴൽപ്പാട് വീണാൽ ഞാനത് അറിയാതെ പോകുമെന്ന് ഭവതി കരുതിയോ? അങ്ങ് ദേവേന്ദ്ര തുല്യമായ വമ്പും പ്രതാപത്തോടെയും ത്രിലോകങ്ങളെ അടക്കി ഭരിക്കുന്ന അസുര ചക്രവർത്തിയാണ്. അങ്ങയുടെ ഒരു നോട്ടത്തിനായി, ഒരു സാമീപ്യം കൊതിച്ച് എത്ര പേരാണ് അക്ഷമരായി കാത്തു നിൽക്കുന്നത്. അത് ഭവതിക്കും നമ്മുടെ ലങ്കാ നഗരിക്കും അഭിമാനം നൽകുന്നത് തന്നെയല്ലേ? പിന്നെ എന്താണ് ഇവിടെ ഈ മുഖമിങ്ങനെ തണ്ടൊടിഞ്ഞ ചെന്താമര പോലെ വാടിപ്പോയത്? അയ്യോ, ഭവാൻ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. അങ്ങയ്ക്കുണ്ടാകുന്ന പേരും പ്രശസ്തിയും ഈ ലങ്കാനഗരിയുടെ ഭൂഷണം തന്നെയാണ്. അങ്ങയുടെ മുഖം തെളിയുമ്പോൾ മാത്രമാണ് ഞാനും സന്തോഷവതിയാകുന്നത്. പക്ഷേ പ്രിയേ, എന്തിനാണ് ഇങ്ങനെ ചിന്താഭാരം കൊണ്ട് ആ മനസ്സിങ്ങനെ കീറി മുറിക്കുന്നത്? കാമദേവൻ കനിഞ്ഞു നൽകിയ ഭൂമി അഴകാണെന്റെ നാഥൻ. ഈ മാറിടത്തിൽ ചേർന്നമരാനാണ്, ഈ മടിത്തട്ടിൽ തലചായി ചുറങ്ങാനാണ് ഞാൻ എപ്പോഴും കൊതിക്കുന്നത്. ഭവതി, നിന്നെ കൂടാതെ മറ്റെന്താണ് എന്നിൽ സുന്ദരമായി അവശേഷിക്കുന്നത്? വിശ്വകർമാവിനാൽ നിർമ്മിതമായ ഈ മഹാവിസ്മയമായ ലങ്കാനഗരിയേക്കാൾ എനിക്ക് പ്രിയം എന്റെ മണ്ഡോദരിയാണ്. അതെനിക്കറിയാം നാഥ. ശ്രീചരൻ എന്ന് പറഞ്ഞ് ചിലർ അങ്ങേ ആക്ഷേപിക്കുമ്പോഴും എന്റെ പ്രാണപ്രിയനെ അടുത്തറിഞ്ഞ് എനിക്കറിയാം സ്ത്രീകളോട് ഏറെ മര്യാദയും ആദരവും പുലർത്തുന്ന ധർമ്മിഷ്ഠനാണെന്ന്. പ്രിയമുള്ളവളെ, ഭൂമിയിൽ സൗന്ദര്യത്തിന്റെ ഇരിപ്പിടമായ അല്ലയോ ദേവി, നിന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ കാണുന്നു. പ്രഭു, ഞാനാണ് ഭാഗ്യവതി. ഇത്രയും പൗരുഷമുള്ള സുധീർണും ബലവാനുമായ അങ്ങയുടെ പട്ടമഹിഷിയാകാൻ കഴിഞ്ഞതിൽ പരം എന്ത് സൗഭാഗ്യമാണ്, സുഹൃതമാണ് എനിക്ക് വേണ്ടത്. മണ്ഡോദരി, നീ എന്റെ നല്ല പാതി തന്നെയാണ്. ശിവപാർവതിമാരെ പോലെ നീ എന്റെ ജീവിതത്തിലെയും ഭരണത്തിലെയും ഉത്തമ നയതന്ത്ര പ്രതിനിധിയാണ്. സർവഗുണപ്രദായിനിയായ ഉത്തമ കുടുംബിനിയുമാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, നിന്റെ മുഖം ഇതുവരെ പ്രകാശമണിഞ്ഞില്ലല്ലോ. ഈ കണ്ണുകളിൽ വല്ലാത്ത ഭയം നിറയുന്നത് പോലെ. എന്തു തന്നെയായാലും നമ്മുടെ പ്രാണസഖിക്ക് അതെന്നോട് പറയാവുന്നതാണല്ലോ. ഭവാൻ, ഞാൻ ഈയിടെയായി ദുസ്വപ്നങ്ങൾ കാണുന്നു. എങ്ങും അപശകുനങ്ങൾ മാത്രം. നമ്മുടെ ഈ ലങ്കാനഗരിക്ക് എന്തോ ആപത്ത് സംഭവിക്കും പോലെ. അതുകൊണ്ടാണ് ഭവാൻ എപ്പോഴും എന്നരികിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദശമുഖനായ ഈ രാവണപ്രഭുവിന്റെ രാജ്ഞിക്ക് ഭയമോ? അസംഭവ്യം! കൈലാസനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ഉത്തമ ഭക്തനാണ് ഞാൻ. മഹാദേവൻ കന്യ നൽകിയ വരപ്രസാദം എന്നിലുണ്ട്. കരുത്തായി ദിവ്യാവിധമായ ചന്ദ്രഹാസവും. പിന്നെ എന്തിനും തുണയായി എന്റെ മണ്ഡോദരിയും. പിന്നെന്തിനാണ് ഈ ലങ്കാനഗരിയെ കുറിച്ച് ഓർത്ത്?
ഭവതിക്ക് ആശങ്ക? അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ്. അങ്ങയുടെ ഭരണ നൈപുണ്യത്തിലും യുദ്ധ സാമർഥ്യത്തിലും ധീരതയിലും എനിക്ക് തെല്ലും സംശയമില്ല. പക്ഷേ അടിക്കടി ഉണ്ടാകുന്ന ഈ അപശകുനങ്ങൾ എൻ്റെ മനസ്സ് കെടുത്തുന്നു. 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 64 കലകളിലും അങ്ങ് അഗ്രഗണ്യനാണ്. എൻ്റെ മനസ്സിൻ്റെ ആശങ്കയൊഴിക്കാൻ എൻ്റെ പ്രാണപ്രിയൻ്റെ ഈ കരങ്ങൾ ഈ രുദ്രവീണ തന്ത്രയിൽ ഒന്ന് തഴുകിയാൽ മതി. ആ ആനന്ദ മധുരത്തിൽ മതിമറന്ന് ഞാനൊന്ന് ആടട്ടെ. ഭയത്തിൻ്റെ കാർമേഘമാലകൾ ഒടുങ്ങി ഞാനൊന്ന് ശാന്തമാകട്ടെ. തീർച്ചയായും എന്റെ പ്രാണസഖിയുടെ എന്താഗ്രഹമാണ് ഞാൻ നിരാകരിച്ചിട്ടുള്ളത്?